ഏട്ടാ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലേ ഏട്ടൻ എന്തായാലും വേറെ പെണ്ണിനെ കല്യാണം കഴിക്കില്ലേ? ഈ ഒരു അവസ്ഥ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കല്യാണം കഴിക്കില്ല. അതല്ല, അങ്ങനെ കല്യാണം കഴിക്കായിരുന്നെങ്കിലേ ആരെ കല്യാണം കഴിക്കാം? ഐ മീൻ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ആരോടെങ്കിലും? എന്നിട്ട് ഞാൻ അത് പറഞ്ഞിട്ട് വേണം നീ അതും പറഞ്ഞിട്ട് തല്ലൂടാൻ. പിന്നെ നമ്മള് കണ്ടു, കല്യാണം കഴിച്ചു, 10-15 കൊല്ലായി, ഇനിയിപ്പൊ അതിന്റെ പേരിൽ തല്ലൂടെ ഞാൻ എന്താ പൊട്ടത്തിയ? അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് നിനക്കും ആരോടെങ്കിലും ഒക്കെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടാവും? പിന്നെ ക്രഷ് അടിക്കാത്തവരുണ്ടാവോ? അങ്ങനെയാണെങ്കില് ഞാൻ 2 പേര് പറഞ്ഞ നീ 2 പേര് പറയാം. 2 മതിയോ? അത് മതി, അത് മതി. എന്നാ പറയാം. ഇതിന്റെ പേരിൽ വഴക്കുണ്ടാവരുത് കേട്ടോ. അതായത് എന്റെ ജോലിയൊക്കെ കിട്ടിയ ശേഷമാണ്, കോളേജൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞ ശേഷം കോളേജിൽ ഒപ്പം പഠിച്ചൊരു റിൻസിയോടൊരു ചെറിയൊരു അടുപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, അവള് ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി കേട്ടോ, അത്രയുള്ളു. അല്ല, ഞങ്ങള് പിന്നെ കാണലൊന്നുമില്ല കേട്ടോ. പിന്നെ ഇനി അതും പറഞ്ഞു വഴക്കൂടരുത് കേട്ടാ. പിന്നെ സുനിതല്ലേ ഇവിടെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വരല്ലേ, നമ്മുടെ വീടിന്റെ അടുത്ത്, അവളോട് കല്യാണം കഴിച്ച കൊള്ളാമെന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഞങ്ങള് വേറെ അടുപ്പൊന്നുമില്ല. അത്രേ ഉള്ളു. അല്ല, ഈ 2 പേര് പറഞ്ഞല്ല, അത് പറ. അതാരോടാ ഉണ്ടായിരുന്നെന്ന് പറയാം. എനിക്കുണ്ടായിരുന്നത് ഒന്ന് പൃഥ്വിരാജ്, പിന്നെ ഒന്ന് ഉണ്ണി മുകുന്ദൻ, എനിക്കുണ്ടായിരുന്നത് റിൻസി. വീടിന്റെ അടുത്തുള്ള സുനിത.